ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരണിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 28 ഉയർന്നു. 27 പുരുഷന്മാരും ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ 10-ലധികം പേർ ചികിത്സയിലുണ്ട്. 27 പുരുഷന്മാരും ഒരു സ്ത്രീയും ജമ്മുകാശ്മീരിലെ പഹൽഗാമിലെ ബൈസരണിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി ഇന്നുണ്ടായേക്കും. ഒരു നേപ്പാൾ സ്വദേശിയും UAE പൗരത്വമുള്ള ഇന്ത്യൻ വംശജനും കൊല്ലപ്പെട്ടവരിലുണ്ട്. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിലെത്തിച്ചു. പോസ്റ്റ്മോർട്ടം ശ്രീനഗറിൽ തന്നെ നടത്തും. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരിച്ചെത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും വിദേശയാത്ര വെട്ടിച്ചുരുക്കി ദില്ലിയിലെത്തി. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തേക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകാശ്മീരിൽ തങ്ങി സ്ഥിതി വിലയിരുത്തുകയാണ്. ഭീകരാക്രമണത്തെക്കുറിച്ച് NIA അന്വേഷണം ആരംഭിച്ചു. ഭീകരർക്കായി സുരക്ഷാസേനയും ജമ്മുകാശ്മീർ പോലീസും സംയുക്ത തിരച്ചിൽ തുടരുകയാണ്. പഹൽഗാം, ബൈസരൺ, അനന്ത്നാഗ് മേഖലകളിലാണ് പരിശോധന. അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിക്ക് പുറമെ UPയിലും സുരക്ഷ കൂട്ടി വിനോദസഞ്ചാര മേഖലകളിൽ നിരീക്ഷണം കർശനമാക്കും. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിലേത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.